സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള വീഡിയോ നമ്മളിവിടെ കണ്ടയാണല്ലോ. അതിലൂടെ ശ്രീലക്ഷ്മി അടക്കം പറഞ്ഞു വളരെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. നീയാണല്ലോ കോടതി ഓടാമേര് ഒരു സജഷനായിട്ട് എന്തുകൊണ്ട് സാറിന് വെക്കാൻ കഴിയുന്നില്ല? നമ്മുടെ ബസ്സുകളിലെല്ലാം എനിക്ക് തോന്നുന്നില്ല ആരും വിയോജിക്കുന്നു. എല്ലാ ബസ്സുകളിലും അപ്പൊ നാളെ റിസ്ക് ഇല്ല. എല്ലാ ബസ്സിലും കൊള്ളാം, എവനാള് കൊള്ളാം. എന്താ പേര്? എല്ലാ ബസ്സുകളിലും പൊതുസ്ഥലങ്ങളിലും സെക്യൂരിറ്റി, സ്ത്രീകളുടെ സെക്യൂരിറ്റി അടക്കം പ്രാധാന്യം കൊടുത്ത് CCTV പോലുള്ള കാര്യങ്ങൾ താല്പര്യമില്ലല്ലേ? CCTV ഉണ്ട്. ആ ചിത്രത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതിലൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഈ ദീപക് മോശമായ പെരുമാറിയ ഒരു വീഡിയോ ഒരിക്കൽ പോലും നമുക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത് അഭിപ്രായമുള്ള മനുഷ്യര് നമുക്കിടയിലുണ്ട്. എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. നിന്റെ ഇട്ട വീഡിയോയ്ക്കകത്ത് ഏത് രീതിയിലാണ് ദീപക് മോശമായ പെരുമാറിയത് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? സ്ത്രീകൾ മൊബൈൽ ഫോണിനെ വെപ്പണായി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം എവിഡൻസ് കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ നമ്മൾ പക്ഷെ അതെടുത്തിട്ട് റീച്ചിന് വേണ്ടി ഉപയോഗിക്കുക, മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ അത് പരാതിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ദിലീപ് നിരപരാധി തന്നെയാണ്. ഇനി തീർന്നില്ല. പരിപാടി തുടങ്ങി 1 മണിക്കൂറായി. ഈ 1 മണിക്കൂർ 12 പുരുഷന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടോണ്ട് നിന്ന് എന്റെ കരളാ വാടിപ്പോയത്. മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഇന്നിപ്പോ തലമുറ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതിനെയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ. നീ എന്നാ ഞങ്ങളെ കുറെ പേരെ വിളിച്ചു വരുത്തി നാടകം കളിക്കുക. ശ്രീലക്ഷ്മിയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാം. ഫേസ്ബുക്ക് വാളിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഷിംജിതയെ ആരും തൊടാൻ അനുവദിക്കില്ല. അങ്ങനെ ഞാൻ ഇട്ടിട്ടില്ല. നീ ഒന്നും പണയണ്ട. ഈ കഴിഞ്ഞ 31-ാം തീയതി ഷിംജിത ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഗൂഗിൾ മാപ്പ് ഇട്ട് യാത്ര ചെയ്യുമ്പോൾ റൂട്ട് തെറ്റിപ്പോയാൽ തെറ്റിയ റൂട്ടിലൂടെ നമ്മൾ പോകണം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ആനന്ദകരമായ ഏതെങ്കിലും ഒരു കാഴ്ചയിലായിരിക്കും നമ്മുടെ ക്യാമറ ചെന്ന് പതിക്കുന്നത്. അതാണ് ആളുകൾക്ക് വിരുന്നായി കൊടുക്കാൻ പറ്റുന്നത്. ആ വിരുന്നാണ് ഒരു പാവപ്പെട്ട മനുഷ്യനെ കുരുതി കൊടുത്തത്. എന്ത് കഴിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞമ്മക്കും ചിലത് പറയാനുണ്ട്. രാഹുലിനെ അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ഞാൻ അത്രക്കാരൻ അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ഞാൻ ആർക്കെങ്കിലും ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് നമുക്കറിയാം. അതെങ്ങനെ അറിയാം? ഞങ്ങൾ ബസ്സിൽ എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വരൻ.